പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നല്ലൊരു വേഷം ചെയ്ത മലയാള പടം ധർമ്മയുദ്ധം ആരംഭം റിലീസിന് തയ്യാറെടുക്കാൻ പോവുകയാണ്. ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പടം നല്ലൊരു വിജയമാക്കി മാറ്റണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളാണ് എൻ്റെ എല്ലാം. അതുപോലെ തന്നെ ഈ ക്രൂ ധർമ്മയുദ്ധം ആരംഭം എന്ന സിനിമയുടെ ക്രൂ എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളാണ് ഈ പടം വൻ വിജയമാക്കി മാറ്റേണ്ടത്. അപ്പോൾ ധർമ്മയുദ്ധം ആരംഭത്തിന് ശേഷം മറ്റൊരു പടവുമായിട്ട് ഈ ക്രൂ തന്നെ വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് വയനാട്ടിൽ ലൊക്കേഷൻ കാണാൻ പോയ ആ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അവിടെ ഒരുപാട് നല്ല മനുഷ്യരെ കാണാൻ പറ്റി. എല്ലാ സ്ഥലത്തും നല്ല മനുഷ്യർ തന്നെയാണ്. പക്ഷേ നാട്ടിൻ പുറത്തുള്ള നല്ല മനുഷ്യർ, അവരെ കണ്ടു, അവരെ പരിചയപ്പെട്ടു. അവരൊരുപാട് സപ്പോർട്ടും ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ പറഞ്ഞു നമുക്ക് തേനെടുക്കാൻ പോകാം, ഈ കാട്ടിൽ നല്ല തേന് കിട്ടും, ശുദ്ധമായ തേന് കിട്ടും എന്ന് പറഞ്ഞിട്ട്. ഈ ജൂൺ മാസമല്ല തേനിൻ്റെ സീസൺ, ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് തേനിൻ്റെ സീസൺ. ആ സമയമാണല്ലോ കശുമാവും മാവും ഒക്കെ പൂക്കുന്നത്. അപ്പോൾ ആ സമയം ഇഷ്ടം പോലെ തേന് കിട്ടും. ഇത് അൺസീസണാണ്, എങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം, തേന് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് കാട്ടിലോട്ട് പോയതാണ് നമ്മുടെ ക്രൂ. അപ്പോൾ അതിൽ പ്രൊഡ്യൂസറുണ്ട്, മറ്റ് ടെക്നീഷ്യന്മാരുണ്ട്. എല്ലാവരും പോയില്ലെങ്കിലും കുറച്ച് പേര് അതിലുണ്ട്. അപ്പോൾ നമുക്ക് ആ തേനെടുക്കുന്നതും തേന് കിട്ടുന്നതും ആ ഒരു കാഴ്ച നമുക്ക് കാണാം. അങ്ങനെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ധർമ്മയുദ്ധം ആരംഭം എന്ന സിനിമ റിലീസായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിനിമ വൻ വിജയമാക്കി തീർക്കണം. നിങ്ങളാണ് ഞങ്ങളുടെ എല്ലാം. അപ്പോൾ എന്നെപ്പോലുള്ള ചെറിയ കലാകാരന്മാരെ വളർത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, എൻ്റെ ചങ്കല്ല, ചങ്കിനകത്താണ് നിങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം അല്ലേ. വയനാട്ടിൽ പോയ ആ ഒരു കാഴ്ചയും തേനെടുക്കുന്നതും. ഇത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ എന്നാലും ഒരു പച്ചയായ മനുഷ്യരുടെ, നല്ല മനുഷ്യരുടെ കുറച്ച് എന്താ പറയണ്ടത്, സ്നേഹം നമുക്ക് കാണാം. അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സിനിമ റിലീസായി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സുഹൃത്തുക്കളെ, വയനാട്ടിൽ മാനന്തവാടീൻ്റെ ഒരു ഭാഗത്ത് ഒരു ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസറുടെ ചില സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു, 6 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവരിനെയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അവരുടെ ഒരു ഫാം ഉണ്ട് അവിടെ 6 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയത്. അവിടെ ബാബു ചേട്ടൻ്റെ വീട്ടിലാണ് പോയത്. ഇതാ കുതിരയൊക്കെ അവിടെ വളർത്തുന്നുണ്ട്. കുതിരയുടെ പേര് ആമി എന്നാണ്. നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കുതിരയാണ്. 2 വയസ്സായിരിക്കണം കുതിരയ്ക്ക്. ഇത് നമ്മുടെ രാജുഭായ് എന്ന് പറയും. അവിടെ എത്തിയ വഴിക്ക് അവിടുത്തെ മെയിനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. പുള്ളിയൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ മണിച്ചേട്ടൻ്റെ ഒരു പാട്ടും നമ്മൾ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ തേനുള്ള സ്ഥലത്തേക്ക് എത്തി. ഒരു മലയോരത്തൊരു പാടത്താണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. ബാബുച്ചേട്ടൻ ആദ്യം കുറെ പുക കൊടുത്ത ശേഷം പിന്നീട് ആ കൂടെ ഇളകുന്നതാണ് പുറ്റിത്തേൻ. ഇങ്ങനെയാണല്ലേ? ഇതാണ് പുറ്റിത്തേൻ. ഈ ആദിവാസി, അതായത് കാട്ടുനായ്ക്കർ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു മിക്സർ. ഞങ്ങൾ ഇതിൽ ഒരു ചതിയില്ല പഞ്ചല്ല, നല്ല സാധനമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് ഈ പുറ്റിത്തേൻ. ഇതാണ് തേനല്ലേ? ആ, മരുന്നിന് എടുക്കുന്ന ഇതാണ് ഔഷധമാണ് ഈ സംഭവം അല്ലേ? ഔഷധം. നിങ്ങൾ ചെറിയ കുഞ്ഞുമക്കൾക്ക് മരുന്നിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇതേപോലെ കൊമ്പുത്തേൻ എന്ന് പറയുന്നത്, അതായത് വൻതേൻ, വരത്തേൻ എന്ന് പറയാം അങ്ങനെ. പക്ഷെ അതല്ല, ഇതാണ് നല്ല ഒരു സ്പെഷ്യൽ. പിന്നെ വേറെ ചെറുതേൻ പറയും, നമ്മളെ വീടിൻ്റെ ഇതിലൊക്കെ ഉണ്ടാവും. അതല്ല, ഇതാ പിന്നെ ഫോറസ്റ്റിൽ അതിൽ നമുക്ക് ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്ന സാധനം നെല്ലിക്ക, തേങ്ങ നെല്ലിക്ക, പിന്നെ തേൻ സീസൺ, ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം ഇതിലാണ്. ഒരു മിനിറ്റ്. ഓക്കെ, വന്നോ? മാറിയില്ലേ? പിന്നെ ഈച്ച കൂട് പെട്ടെന്ന് നിൽക്കുന്നത്. ഇതാണല്ലേ ഈച്ച? ഇതാണ് കേട്ടോ ഈച്ചയുടെ കാണുന്നത്. അതൊരു മിനിറ്റ്. ഇതാണ് അതിനകത്ത് അല്ലേ? അവിടെയാണ് സാധനം. അതിനകത്ത് ഉള്ളിക്ക് പോയിട്ടുണ്ട് അല്ലേ? നെയ്യും മേലേക്ക് ഉള്ളത്, താഴേക്ക് മറ്റേ മറിപ്പാറ്റ. അതല്ലേ? അതെന്തല്ലേ രസമുണ്ട്. ഇല്ല, അല്ല, ഇതിനെ മൊത്തം പൊളിക്കേണ്ടി വരും നമുക്ക്. വേണ്ട, മൊത്തം അങ്ങനെ ചെയ്ത പിന്നെ അടുത്ത കൊല്ലം വന്ന് പോകണ്ട. ഓ ശരി ശരി. അപ്പൊ നമുക്ക് ആവശ്യമില്ല മാത്രം എടുത്താൽ
നിങ്ങളെ ദേഹത്തെ നിങ്ങളും എല്ലാ മേലത്തെ ആ ഒരു പീസ് എല്ലാവരും മറിഞ്ഞത് കാണില്ല ഇരുട്ടാവും നേരത്തെ തിണ്ട് അങ്ങനെ വാട്ടക്കൊല വരില്ലേ ഓവർ കുത്തല്ല നല്ല കുത്തി അല്ല കുത്താത്തോടെ കുത്തല്. ചേട്ടന്റെ പേരാണ് രാജുഭായ്. രാജു പാവക്കട്ട നിങ്ങൾ നല്ല മനുഷ്യന്മാരാ. രാജുഭായ് എനിക്ക് ആ സാറിനെ പേടി കീരിക്കാട് എന്റെ രണ്ടുണ്ടാവില്ല കൊത്താവിടെ അത് രണ്ടും ഇത് മറിപ്പാട്ടെ വയനാട്ടിലെ ഗംഭീരമായ തേൻ നമ്മുടെ രാജു എടുക്കുന്ന സോമശേഖരൻ ഇതിനെന്താ ഇതിന്റെ പ്രത്യേകത? തേന് ഈ തേനിന്റെ ഈ തേനാണ് പ്രത്യേകത. ഇതാണ് പിന്നെ മരുന്നിന് മക്കൾക്കൊക്കെ എല്ലാ കുഞ്ഞു കുട്ടികൾക്കും നല്ലതാണ്. ഓരോ കുളിക്കാൻ മരുന്ന് കൈക്കളി തേൻ നെയ്യിൽ ഉപയോഗിക്കാൻ നല്ലതാണ്. ഡോക്ടർമാർ അടുത്ത പീസ് മേലക്കുണ്ട് മേലക്കുണ്ട് വരാനുണ്ട് സാറേ. മറ്റേ ഇവിടുന്ന് കട്ടാക്കി അവിടുന്ന് കട്ടാക്കി സാറ്. ഇതാ ഇവിടുന്ന് ഇങ്ങനെ മുറിക്കണം. പിന്നെ ഇത് കത്തിക്കാൻ നമ്മുടെ കൈയെടുത്ത് തേനീച്ചകൾ നിറച്ച് പോണ്ട് പറഞ്ചം അത് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ തേനിന്റെ കൂടാണ് കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ റാണി ഈച്ച ഉണ്ടാവുന്ന പറയുന്നത് ഇവര്. തേനീച്ചകൾ വാറി കളിക്കുന്നുണ്ട്. ഇതിന്റെ അപ്പുറം ക്യാമറ ആക്കി ചിലപ്പോൾ കുത്തുകൊള്ളുക കൊണ്ട് ഞാൻ ക്യാമറ ആക്കുന്നില്ല. എന്താ കുത്തു കിട്ടിയോ? പിന്നെ ഇപ്പൊ ഒരു വീട് പണിക്കുമ്പോ നിങ്ങളെ സമ്മതിക്കില്ല. ആരാലും തല്ലും. മണ്ണ് കൂടും കേട്ടോ. ഇതുണ്ടോ? പിന്നെ കുറ്റിത്തല് മണ്ണ് കൂടണ്ട്. അല്ല ഒരാള് കൈ മൊത്തം തേനാ. അതന്നെ കൈ ഇതാക്ക്. മൂത്ത പലയാന്ന് അവിടെ തേനുണ്ട്. പിന്നെ ഏറ്റവും നല്ല തേന് കണ്ട നിങ്ങൾ ഇപ്പൊ കാണുന്ന ഇതാണ് തേന്. ഒറിജിനൽ കാണാൻ പറ്റൂ. ഇതാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ഇനി മഴ സമയം അടുക്കുന്നതോടുകൂടി ഇവരൊക്കെ ഈ മണ്ണിന്റെ അകത്തു നിന്ന് നേരെ മരക്കൊമ്പിലേക്കും മണപ്പുറത്തുകളിലേക്കും മാറിപ്പോകും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതിങ്ങനെ നല്ല വൃത്തിയിലെടുക്കുന്നു. നമ്മളിതാ കാണുമ്പോ തന്നെ എന്തോ പോലെ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരിക്കലും ഇത് കണ്ടിട്ടില്ല കേട്ടോ. ലൈവായിട്ട് കണ്ടിട്ടില്ല. ആഹാ ആ വെറ്റില മുറുകിയ വായിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് ഒറിജിനാലിറ്റി സാധനം. മണ്ണിന്റെ ചോയൊന്നും അറിയില്ല. ആഹാ തേൻ 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 ഇത് കഴിച്ചപ്പോ എങ്ങനെ തോന്നി നിനക്ക്? അമേസിംഗ് പെർഫോമൻസ്. ഇത് ഇത്രയും സന്തോഷം ഈ അടുത്ത കാലത്ത് ഞാൻ അനുഭവിച്ചിട്ടില്ല. കാരണം ചെറുപ്പത്തിലെ ഈ സംഗതി എനിക്ക് ഭയങ്കര ഇഷ്ടം. അവര് കെട്ടുന്നത് തേനിന്റെ സെല്ലുകളാണ് ഇത്. സെല്ല് ഇത് ഉള്ളത് റാണി സെല്ലുകളാണ് ഇത്. ഇതിലാണ് റാണി മുട്ടയിട്ട് ഇതാക്കുന്നത്. ഇതില് ഓരോ പുഴുക്കളുണ്ട്. ഇതിലുള്ളപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം ഞാൻ. അതിൻ്റെ ഉള്ളില് ഓരോ പുഴുക്കളുണ്ട്. ഇതാണ് റാണിയായിട്ട് വരുന്നത്. ഇതിൻ്റെ ഉള്ളില് ഇതപ്പോൾ പൊന്തി വരുന്നില്ലേ, ആ റാണി സെല്ലുകളാണ്. ഇവർ മുട്ട വിരിഞ്ഞിട്ടാണ് അടുത്ത കൊല്ലം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഇവർക്ക് ചെറിയ പ്രായം മാത്രമേ ഉള്ളൂ. കാരണം ചുരുങ്ങിയ ദിവസം, ഒരു മാസം പോലും ആയുസില്ല അവർക്ക്. പക്ഷെ റാണിക്ക് നല്ല ആയുസുണ്ട്. ഒരു റാണി, ഒരു കൂട്ടിൽ ഒരു റാണി ഉണ്ടാകത്തുള്ളൂ. മറ്റേ റാണി ഒരു കൂട്ടിൽ ഒരു റാണി. ഇതൊക്കെ ഇപ്പൊ ഇവര് ഇതാണ്, ഇത് ആണീച്ചകളായിരിക്കും. ഇതൊക്കെ ആണീച്ചകളാണ്. ഇവര് മടിയന്മാരാ. ഇവരൊരിക്കലും പണിയെടുക്കൂല. കാരണം ഇവര് ഒരിക്കലും ജോലി ചെയ്യില്ല. കാരണം ഇവര് എന്താ വെച്ചാൽ ഇവര് ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന തീറ്റേരോ അവരത് മാത്രമേ കഴിക്കത്തുള്ളൂ. ഓക്കെ, ഇവരാണ് നമ്മുടെ വയനാട്ടിൽ നമ്മൾ തേനെടുക്കാൻ നിന്നത്. അപ്പോൾ അവരോട് തന്നെ ചോദിക്കാം. തേന് കിട്ടിയല്ലോ അല്ലേ? ഈ തേന്
കണ്ടെത്തുന്നതിലാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. ഇത്രയും ദുർഘടമായ സ്ഥലത്ത് കണ്ടെത്തി ഇദ്ദേഹമാണ് ഇത് കാണുകയും ചെയ്യുന്നത്. ഇതാ നോക്കിയാട്ടെ, എത്ര റിസ്ക് എടുത്തിട്ടാണ് അവരുടെ പേര് രാജുഭായ്. രാജുഭായ് ഇത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ തേൻ എടുക്കുന്നത്. അപ്പൊ ഇതാ ഞങ്ങൾക്ക് ഇത്രയും തേന് കിട്ടിയിട്ടുണ്ട്. പിന്നെ സപ്പോർട്ട് ബാബുവേട്ടൻ, ഗിരീഷേട്ടൻ. അപ്പൊ നമ്മള് എല്ലാരും ഒരു കുന്തം പിടിച്ചു അത് ചിന്നൻ. ഇത്രയും മനോഹരമായ ഒരു ദിവസം സമ്മാനിച്ചതിന് ബാബുവേട്ടനോടും രാമേട്ടനോടും ഇവരോടും നന്ദി. ഇവിടെ പ്രത്യേകം നന്ദി.